പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ചാലങ്കപ്പടിക്കലാണ്. ഈ വളവിൻ്റെ അവിടെ എന്തുമാത്രം അപകടങ്ങൾ ഓരോ ദിവസം ഉണ്ടാകുന്നുണ്ടോ അറിയാം. ഇത് പറഞ്ഞ് മടുക്കുക, അധികാരികളോട് പറഞ്ഞിട്ട് മടുക്കുക. കാരണം അതുപോലെ ഈ സമീപവാസികളെല്ലാം ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയല്ല. എന്തുമാത്രം പറഞ്ഞിട്ട് യാതൊരു നടപടി ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു. കണ്ടോ ഈ വളവിൻ്റെ അവിടെ ഇപ്പോൾ ഉണ്ടായ അപകടം നിങ്ങളൊന്ന് കാണുക. പുതുപ്പള്ളി ചാലങ്കപ്പടിക്ക് സമീപം ഇപ്പോൾ ഉണ്ടായ അപകടമാണ്. മീനട സ്വദേശിയുടെ കാറാണ് ഈ വളവിൻ്റെ അവിടെ വെച്ച് നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിനിട്ടാണ് പോയി ഇടിച്ചത്. അവിടുത്തെ സംരക്ഷണ വേലിക്കിട്ട് ഇടിച്ചിട്ട് സൈഡിൽ മാറിക്കിടക്കുകയാണ്. വണ്ടിയിൽ അദ്ദേഹവും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാനവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കരുത്, കാറിൻ്റെ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചേട്ടാ, ഞാൻ അന്നേരം പറഞ്ഞു ഈ വളവിൻ്റെ അവിടെ അപകടത്തിൻ്റെ പെരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നും ഓരോ അപകടങ്ങളാണ്. സമീപവാസികൾ പരാതി പറഞ്ഞ് മടുക്കുകയാണ്. ഈ വളവിൻ്റെ അവിടെ എന്തെങ്കിലും സ്പീഡ് കുറച്ച് വാഹനങ്ങൾ പോകാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ പറഞ്ഞിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, PWD അധികാരികളോട് അദ്ദേഹവും പറഞ്ഞു. പക്ഷേ ഇത് ഈ റോഡിൻ്റെ സൈഡിൽ ഹമ്പ് വെക്കാൻ അവർക്ക് പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഹമ്പ് വെച്ചിട്ടുണ്ട്. ചാലങ്കപ്പടിക്ക് സമീപം നിങ്ങൾ കാണാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഹമ്പ് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയല്ല അപകടം നടക്കുന്ന മുഴുവൻ ഈ ഭാഗത്താണ്. ഈ വളവിൻ്റെ അവിടുത്തെ വീട്ടോട്ട് മിക്ക ദിവസവും മതിലും എല്ലാം ഇടിച്ചാണ് വണ്ടി വന്ന് കയറുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടുകാർ ഇപ്പം ആളില്ലാതെ കിടക്കുകയാണ്, വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന അവർ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഈ രാത്രിയിലെ അപകടം കാരണം ഇവിടുന്ന് മാറിപ്പോവാന്നാണ് പറഞ്ഞത്. കാരണം അത്രയ്ക്കും രാത്രി മുഴുവൻ അവർക്ക് എഴുന്നേറ്റ് വരാനേ നേരമുള്ളൂ. ഇവിടെ തൊട്ട് സമീപത്തൊരു കടയുടെ മുറ്റത്ത് ഒരാൾ ബൈക്ക് വന്ന് ഇടിച്ച് അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. നേരം വെളുത്തപ്പം കടയുടമ കട തുറക്കാൻ വന്നപ്പോഴാണ് ഇവർ അറിയുന്നത്. ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ്. ഇതെല്ലാം പുതുപ്പള്ളിക്കാർക്കെല്ലാം അറിയാം. ഇവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ അടക്കം എല്ലാവരും പറയുന്നുണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന്. പക്ഷേ PWD അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. എന്താ ചെയ്യുന്നത്? ആരോടാണ് നമ്മൾ പരാതി പറയുന്നത്? ഇവിടെ എന്നും ബൈക്ക് അപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ വളവിൻ്റെ ഇവിടെ നടക്കുന്നത്. അതിനോട് ചേർന്ന് ഇപ്പോൾ ഈ വാടക വീടെന്ന് പറഞ്ഞാൽ അവരുടെ മതിലൊക്കെ റോഡിനോട് ചേർന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടെ റോഡിന് വീതി കുറവാണ് ആ ഭാഗത്ത്. അപ്പം ഞാനവിടെ വീഡിയോ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ് എന്നോട് എൻ്റെ വണ്ടി ഞങ്ങൾക്ക് ഇതെല്ലാം KCBയുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് ഇതിൻ്റെ ചിലവായ പൈസ മുഴുവൻ അദ്ദേഹം അവിടെ കൊടുത്തിട്ട് അത് പ്രശ്നമില്ലാത്ത രീതിയിലാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ വണ്ടിയുടെ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എങ്കിലും ചേട്ടാ, ഇതൊരു നാടിൻ്റെ പൊതുവായ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഇതൊക്കെ ഇടിച്ച് ഇപ്പം ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിൽ ആരാ പറയുന്നത്? ഇപ്പം ഈ ചെറിയൊരു അപകടം ഉണ്ട്, ആർക്കും പരിക്ക് പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊരു വലിയ അപകടമായി മാറാൻ അധികം സമയമൊന്നും വേണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് അദ്ദേഹവും കുടുംബവും രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. കാരണം അവിടെ ഒരു വലിയ നമ്മുടെ ട്രാൻസ്ഫോമർ ഇടിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപകടം അവിടെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് കാണാം. വളവിൻ്റെ അവിടെ യാതൊരു മയവും ഇല്ലാതെയാണ് വാഹനങ്ങൾ പോകുന്നത്. തൊട്ട് മുന്നിൽ കാണുന്ന വീടിൻ്റെ മതിലിനിട്ടാണ് മിക്ക ദിവസവും വന്ന് വാഹനങ്ങളൊന്നും ഇടിക്കുന്നത്. അപ്പോൾ ആ ജീപ്പ് കിടക്കുന്നിടത്ത് എല്ലാം മിക്ക ദിവസവും ഞാൻ രാവിലെ വരുമ്പം ബൈക്ക് അവിടെ കിടക്കുന്ന കാണാം. ഈ മതിൽ നിൽക്കുന്ന കണ്ടോ റോഡിന്? ഇതൊരു മറവാണ് ഈ വളവിൻ്റെ അവിടെ. ഇതുകൊണ്ട് അവിടുന്ന് ആ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ മതിൽ കാരണം കാണത്തില്ല. അടുത്ത് വന്നതിന് ശേഷം കാണത്തുള്ളൂ. അവിടുന്ന് ഒരു വണ്ടിയാണെങ്കിലും ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത് അറിയാൻ പറ്റത്തില്ല. ഈ വളവിനെല്ലാം വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന റോഡ് നല്ലതാണ്, അതുകൊണ്ടാണ് വാഹനങ്ങൾ വിട്ടു വരുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന് തൊട്ട് സമീപത്തുള്ള തറയപ്പാലത്തിൻ്റെ അവിടം. ഇവിടെ പാലം പണി നടന്നപ്പോഴത്തേന് റിഫ്ലക്ടർ വെച്ചാണ് അപകടം. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം. ആ റിഫ്ലക്ടർ റെഡ് കളറായിരുന്നു, ഇപ്പം അത് വൈറ്റായി മാറിയിട്ടുണ്ട്. അത് തന്നെയല്ല, അത് മുഴുവൻ ദ്രവിച്ചു പോയി. എല്ലാ തൂണയിലും ഇതുപോലെ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്, ഉണ്ടോ? അതെല്ലാം പോയി. അതുകൊണ്ട് രാത്രിയിൽ ഇതിലെ വാഹനങ്ങൾ വരുമ്പോഴത്തേന് അവർക്കിത് കാണാൻ പറ്റുന്നില്ല. ഇവിടെയും ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അത് തന്നെയല്ല, ഇവിടെ ഒരു സോളാറിൻ്റെ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയി. രണ്ട് സൈഡിലും അതുപോലെ തന്നെ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. ഇതൊന്നും യാതൊരു കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ഇതെല്ലാം കണ്ടോ, വെയിലൊക്കെ അടിച്ച് ദ്രവിച്ചു പോയിരിക്കുകയാണ്. എല്ലാ തൂണയിലും ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇതുണ്ട്, സോളാർ ലൈറ്റ് പിടിപ്പിച്ചിരിക്കുന്നത്. ആയിരങ്ങൾ ചിലവിട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ്.
ഇതെല്ലാം പൊതുജനത്തിൻ്റെ പൈസയാണ്. ഇപ്പം നോക്കൂത്തി പോലെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉണ്ടോ ഇവിടെ ബാറ്ററിയൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന ബോക്സ്. നമുക്കെന്നും ഇത് കാണാനാ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? നമുക്കെന്നും ഇത് കാണാനാ പറഞ്ഞിട്ടുള്ളൂ. അപകടം എങ്ങും കാണുക പറഞ്ഞിട്ട് യാതൊരു നടപടിയും തീരുമാനമില്ല. എന്നാ ചെയ്യാൻ പറ്റും? ആരോടാ നമ്മൾ പരാതി പറയുന്നത്? ഞാൻ ആ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞു. പുള്ളി PWD വിളിച്ച് പറഞ്ഞു. അന്നേരം അവർക്ക് ഹമ്പ് വെക്കുന്നതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോയി ഹമ്പ് വെച്ചിട്ടുണ്ട്. ഇതെന്നാ ചെയ്യാൻ? ആരോട് പറയാൻ?